ഇന്ന് വരയ്ക്കും ഒരു മാന കിട്ടാത്ത പുലിയും ആത്മഹത്യ ചെയ്തിട്ടില്ല. ശരിയല്ലേ? ഇത് പറയാൻ കാരണം പലപ്പോഴും ട്രെയിനിങ്ങിൽ പോണ സമയത്ത് ഒരു പ്രത്യേകത പറയുന്നതാണ്, ബിസിനസ് ഇല്ല സാറേ. ലീഡിനെ മുഴുവൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ UCA, യുണീക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. നിങ്ങളുടെ പ്രോഡക്റ്റിന് കോമ്പറ്റീറ്ററുമായിട്ട് എന്തെങ്കിലും വ്യത്യസ്തയില്ല, അതേ പ്രോഡക്റ്റ് ആണ് എങ്കിൽ, അതല്ല നിങ്ങൾക്ക് കസ്റ്റമറോട് വ്യത്യസ്തത കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിലെ ആപ്റ്റല്ല, ഈ പ്രോഡക്റ്റ് ആപ്റ്റല്ല എന്നാണ് അർത്ഥം. അത് പറ്റില്ലല്ലോ. നിങ്ങൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റിനെ പഠിച്ച് ആ പ്രോഡക്റ്റിലേക്ക്, അവരുടെ ആവശ്യത്തിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വ്യത്യസ്തയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അനുയോജ്യമല്ല എന്നുണ്ടെങ്കിൽ അവർ ക്വിറ്റ് ചെയ്യും. അതിന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ലീഡ്സിനെയും നമുക്ക് പ്രോസ്പെക്റ്റ് ആക്കാൻ കഴിയില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും ട്രെയിനിങ് എടുക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ സ്റ്റൈൽ, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ സംസാരിക്കുമ്പോൾ ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതിലൂടെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ആളുകളെ എന്നെ വിളിക്കുള്ളൂ. അത്തരം ആളുകളല്ലാതെ ലോകത്തിന് മുഴുവൻ എനിക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അർത്ഥം നമ്മുടെ പ്രോഡക്റ്റിനെ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് അനുയോജ്യമായി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. അതിനുശേഷം റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിൽ പാനിക് ആകേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പേഴ്സണെ തപ്പിയെടുക്കുക. അല്ലാതെ അതിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് ബിസിനസ് നടക്കുമെന്നില്ല എന്ന് പറയുന്നത് ഇനെഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്. അത് നമ്മുടെ കുറവായിട്ടേ കാണുള്ളൂ. സമൂഹത്തിന്റെ കുറവല്ല, ബിസിനസിന്റെയും കുറവല്ല.